ഗുഡ് ഈവനിങ് സാറേ. ഈ ഹ്യൂസ്റ്റൺ വോയിസിലൂടെ സാറുമായിട്ടൊന്ന് കോൺവെർസേഷനിൽ ഏർപ്പെടുവാനായിട്ട് കിട്ടിയ അവസരത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ലീഡർഷിപ്പിലാണ്, രണ്ട് ധ്രുവങ്ങളിൽ. സാറ് രാഷ്ട്രീയത്തിലും ഞാൻ ഒരു റിലീജിയസ് ഇതിൻ്റെ ഭാഗമായി നിൽക്കും. ഈ നല്ലൊരു ലീഡറായി തീരാനായിട്ട് നമ്മൾ എങ്ങനെ നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും? സാറിൻ്റെ ഒരു നോട്ടത്തിൽ പൊളിറ്റിക്സ് ആയാലും റിലീജിയസ് ഫീൽഡിലായാലും എങ്ങനെ നമുക്കത് നേടിയെടുക്കാനായിട്ട് കഴിയും? എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പങ്കുവയ്ക്കുകയാണെങ്കിൽ, ഒരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റീസ് ഒന്ന്, നമുക്ക് ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ ഫൗണ്ടേഷൻ ട്രസ്റ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ വ്യാപരിക്കുന്ന മേഖലകളിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതിപ്പോൾ ഏത് മേഖല, ഇപ്പോൾ ആത്മീയ മേഖലയിലാണെങ്കിലും രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും ഇനിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു സംഘടനയാണെങ്കിലും ഏത് തന്നെ ആയിരുന്നെങ്കിലും അതിൻ്റെ അംഗങ്ങളായിരിക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ അഡ്രസ്സ് ചെയ്യുന്നത് അവർക്ക് നമ്മൾ വിശ്വാസമുണ്ട്. ആ വിശ്വാസ്യതയാണ് ഫസ്റ്റ് എലിമെൻ്റായി ഞാൻ കാണും. രണ്ട്, തീർച്ചയായിട്ടും നമുക്ക് ഒരു വിഷൻ ഉണ്ടാകണം. കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുമ്പോട്ട് സമൂഹത്തെ നമ്മൾ ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, നമ്മൾ ആരെയാണ് ലീഡ് ചെയ്യുന്നത്, അവരെ ഒരു ഹോപ്പിലേക്കും അല്ലെങ്കിൽ ഒരു പ്രോസ്പെരിറ്റിയിലേക്കും അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന പോലെ ഒരു പ്രോഗ്രസീവായി മുന്നോട്ട് നയിക്കാനുള്ള കാഴ്ചപ്പാടുണ്ടാവുക എന്നുള്ളതാണ് നമ്പർ 2. 3, നമുക്ക് നമ്മൾ ഡീൽ ചെയ്യുന്ന വരുന്ന ആളുകൾ എന്ന് വെച്ച് വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവത്തിലുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ കഴിവുള്ളവരും കഴിവ് കുറഞ്ഞവരും മറ്റ് പല എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ സ്വഭാവങ്ങളെയും എല്ലാ അപ്രോച്ചിനെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ്, ഉൾക്കൊള്ളാനുള്ള വിശാലത, ഹൃദയ വിശാലത. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫാക്ടേഴ്സിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത്. ആ നിലയിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ പരിശ്രമിക്കാറുള്ളത്. പക്ഷെ എപ്പോഴും അത് 100% അർത്ഥത്തിൽ നമുക്കാകാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കഴിയുന്നില്ല. ബട്ട് സ്റ്റിൽ ലീഡർഷിപ്പ് മീൻസ് ട്രസ്റ്റും അതുപോലെ തന്നെ ഒരു വിഷനും അതുപോലെ തന്നെ ഒരു ഇൻക്ലൂസിവിറ്റിയും ഒക്കെ ചെയ്യുന്നതാണെന്നുള്ളതാണ് എൻ്റെ. ഞങ്ങൾ ചോദിക്കാനുള്ള കാരണം, സാറിൻ്റെ ഈ അടുത്ത കാലത്തുള്ള ഇൻവോൾവ്മെൻറ്റ് ചില വിഷയങ്ങളിൽ, പൊതുവിഷയങ്ങളിലെ ഇൻ്റർവെൻഷൻസ് ആക്ച്വലി ലോകത്തിലുള്ള എല്ലാ മലയാളികളെയും ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. അപ്പോൾ ഒരു യങ് ജനറേഷന് ഒരു ട്രസ്റ്റും ഒരു ഹോപ്പും ഒക്കെ നൽകുന്ന ഇൻ്റർവെൻഷൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു ചലഞ്ചായിട്ട് തോന്നാറുണ്ടോ? അതോ സൂചിപ്പിച്ച ഇൻസിഡന്റ് എനിക്ക് മനസ്സിലായി. അപ്പം അത് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞ ലീഡർഷിപ്പിന്റെ അതിൻ്റെ ഈ പറഞ്ഞൊരു സബ്സെക്റ്റായിട്ട് വരുന്ന ഇതിലാണ് നമ്മൾ കറേജ് എന്ന് പറയുന്നത്. നമ്മൾ ചില സമയങ്ങളിൽ, പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു എക്സ്ട്രാ കറേജ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വരും ലീഡർഷിപ്പിൽ നിൽക്കുന്നത്. അതങ്ങനെയുള്ളതാണ്. അതിൻ്റെതായ അതിനോടനുബന്ധമായ റിസ്ക്കും കോൺസിക്വൻസും ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും. അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും അത് ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യും. അറ്റ് ദ സെയിം ടൈം പിന്നെ അതിൻ്റെ ലീഡർഷിപ്പിന് വേറൊരു വലിയ ചലഞ്ചാണ് അച്ഛൻ പറഞ്ഞ കാര്യം. അത് റേസ് ചെയ്യുന്നൊരു ഹോപ്പും എക്സ്പെക്ടേഷനും വളരെ വലുതായിരിക്കും. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് ഈസി. അപ്പം നമ്മൾ നിരന്തരം പരിശ്രമം നടത്തി ആളുകളുടെ പ്രതീക്ഷയ്ക്ക് ഉയരുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. ഈ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. അല്ല, ലീഡർഷിപ്പിന് എസ്പെഷ്യലി ഒരു പൊളിറ്റിക്കൽ ഇതാവുമ്പോൾ നമുക്ക് ഓപ്പണൻസ് ഉണ്ടല്ലോ. ഓപ്പണൻസ് നമ്മളെ വീഴ്ത്താനും നമ്മളെ അടിച്ചിരുത്താനും അല്ലെങ്കിൽ നമ്മളെ ഇരുത്താനും ഒക്കെ പരിശ്രമിക്കുമ്പോൾ അവർ നേരായും അല്ലാതെയുമായ മാർഗത്തിലൂടെ നമ്മളെ വീഴ്ത്താൻ ശ്രമിക്കും. അപ്പോൾ ആ ഒരു റിസ്ക്കും ആ ഒരു കോൺസിക്വൻസും അതിൻ്റെ ഒരു ഭാഗമാണ്. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം എന്ന നിലയിൽ അതിനെ കാണാൻ കഴിയും. അപ്പോൾ ഒരു സാധാരണ മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ലീഡർഷിപ്പിലാണ് ഒരു ഹോപ്പ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് സാറിൻ്റെ ഒരു ലീഡർഷിപ്പിൽ മലയാളി സമൂഹം ഒരു ഹോപ്പ് പ്രതീക്ഷിക്കുന്നു. എല്ലാ ആശംസകളും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ വാക്കുകൾ ഞങ്ങൾക്ക് പ്രയോജനമാണ്. അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു. ഓക്കെ.